ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات صالحين الفضلاء. ഹൃദയത്തിൻ്റെ മരുന്നുകളാകുന്നത് 5 എണ്ണമാണ്. ഒന്ന്, അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുക. അതിൻ്റെ മാസമാണ് റമദാനുൽ ശരീഫ്. ഒലിൽ ബത്തുനിൽ ഖലാ, രണ്ടാമത്തത് പള്ള കാലിയാക്കുക. അതിൻ്റെ മാസമാണ് റമദാനുൽ ശരീഫ്. നമ്മൾ പള്ള കാലിയാക്കണം, നോമ്പ് നോൽക്കണം. നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ വയറ് കാലിയാക്കണം. വയറ് കാലിയാക്കുക എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ നേരത്തെ വയറ് തിന്നുകാണ്ട് പിന്നെ കുറേ ഒരു 10-15 മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കൽ, അങ്ങനെ കാലിയാക്കിയാൽ പോരാ. ഉണർന്നിരിക്കുന്ന സമയത്ത് വിശപ്പിൻ്റെ കഠിന വിശപ്പറിയണം. അതാണ് നോമ്പ്. വിശപ്പെന്താന്ന് നമ്മൾ അറിയണം. അതിനാണ് ഫജ്ർ സാദിഖ് മുതൽ സൂര്യാസ്തമയം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിലേക്കൊരു വസ്തുവും ചേരാൻ പാടില്ല. ഉള്ളിലേക്കൊരു വസ്തുവും ചേരാൻ പാടില്ല. കുരച്ച് കിട്ടുന്ന കഫം ഉള്ളിൽ കറക്കാൻ പാടില്ല. ഒരു വരമ്പിൽ കൂടി നടന്നു പോകുന്ന നോമ്പുകാരെ ഒരു ഇല കടിച്ചു. അങ്ങനെയുണ്ടാവില്ല, നമുക്കൊരു ഇല തൊടിയിലിടല്. ആ ഇല പുറത്തേക്ക് എടുത്തു. രണ്ടാമതായി അത് വീണ്ടും വായിലേക്കിട്ടാൽ പുറത്ത് വന്ന ഉമിനീര് ഉള്ളിലേക്ക് ചെന്നിട്ട് പിന്നെ കീപ്പൊട്ടിറങ്ങിയാൽ നോമ്പ് മുറിയും. നൂല് പിരിക്കുമ്പോൾ ഉള്ളിലുള്ള നൂല് ഉമിനീര് പുറത്തേക്ക് വരും, ഇങ്ങോട്ട് നീക്കുമ്പോൾ പിന്നെ അത് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കീപ്പൊട്ടിറങ്ങിയാൽ നോമ്പ് മുറിയും. എന്തെല്ലാം സൂക്ഷിക്കണം ഒരു നോമ്പിൻ്റെ കാര്യത്തിൽ. കുരച്ച് കിട്ടുന്ന കഫം ഉള്ളിലേക്ക് മനഃപൂർവ്വം ഇറക്കിയാൽ നോമ്പ് മുറിയും. അങ്ങനെ നോമ്പ് മുറിയുന്ന എന്തെല്ലാം മസ്അലകളുണ്ട്. മസ്അലകളൊക്കെ പഠിച്ചുകൊണ്ടാകണം നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. രാത്രിയിൽ നമ്മൾ നിയ്യത്ത് ചെയ്യണം. ഷാഫി മദ്ഹബ് അനുസരിച്ച്, മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് 30 നോമ്പിൻ്റെയും കൂടി നിയ്യത്ത് ഒന്നിച്ച് ചെയ്യാം. അബൂ ഹനീഫ് ഇമാമിൻ്റെ മദ്ഹബ് അനുസരിച്ച് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. പക്ഷേ സുബഹിൻ്റെ ശേഷം ഉള്ളിക്കൊന്നും ചേരാൻ പാടില്ല. നിയ്യത്തപ്പം ചെയ്താൽ മതി. ഷാഫി മദ്ഹബിൽ ഫർള് നോമ്പിന് സുബഹിൻ്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് ചെയ്തോളണം. അങ്ങനെ നമ്മൾ നിയ്യത്ത് ചെയ്ത് ഉള്ളിലേക്കൊന്നും ചേരാതെ കൊണ്ടെടുക്കുന്ന നോമ്പ് അത് കൽബ് ശുദ്ധിയാക്കും. എന്തുകൊണ്ട്? രക്തസമ്മർദ്ദം കുറയും. ഭക്ഷണം കുറയുമ്പോൾ രക്തസമ്മർദ്ദം കുറയുമ്പോൾ പിശാച്ചിൻ്റെ സ്ട്രോങ് കുറയും. നമ്മുടെ ഹൃദയത്തിൽ 7 നിലപാട് കൂടി പിശാച്ച് വർക്ക് ചെയ്യും. 7 നിലപാട്. ഒന്ന് മുടക്കാൻ നോക്കും, മുടങ്ങണില്ലെങ്കിൽ നീട്ടിയപ്പിക്കാൻ നോക്കും. അത് പിന്നെ കയറിച്ചണ്ടി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കയറിച്ചണ്ടി നീട്ടിയപ്പിച്ചാൽ നോക്കും. 2, അതും മുടങ്ങണില്ല നടക്കണില്ലെങ്കിൽ ധൃതി കൂട്ടി പേപ്പിക്കാൻ നോക്കും. ധൃതി കൂട്ടി പേപ്പിക്കാൻ നോക്കും ഇബ്ലീസ്. 3, നാലാമത്തേത് ഇബ്ലീസ് എന്തുണ്ടാക്കും? ലോകമാന്യം ഉണ്ടാക്കും, ജനങ്ങൾ കാണാൻ വേണ്ടി. എന്നിട്ടും മുടങ്ങണില്ലെങ്കിൽ ലോകമാന്യം ഉണ്ടാക്കും. അവിടെയും വിജയിക്കണില്ലെങ്കിൽ രുചിപ്പുണ്ടാക്കാൻ നോക്കും. സ്വയം ഇങ്ങനെ അഹങ്കരിക്കുന്ന സ്വഭാവം. അവിടെയും കഴിയണില്ലെങ്കിൽ 6ാമത് കിടക്കലെങ്ങനെ? ഞാൻ സ്വകാര്യമായിട്ട് ആരും അറിയാതെ ചെയ്തോ, സീക്രട്ടായിട്ട് ചെയ്തോ, അത് പിന്നെ അള്ളാഹു എന്ത് ചെയ്തോളും, പുറത്താക്കിക്കോളും. അങ്ങനെ ഒരു തോന്നൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ വെളിവായിക്കോളും. അതൊരു ലോകമാന്യാണ്. അവിടെയും തോറ്റാൽ 7ാമത്തെ ഒരു രൂപത്തിലോ വരുന്നത് എന്തോടും അമൽ ചെയ്തിട്ട് കാര്യം. അന്നല്ല വിജയിന്ന് തീരുമാനിച്ചിട്ടാണ് ജനിച്ചതെങ്കിൽ അമൽ ചെയ്യേണ്ട കാര്യമില്ലാതെ തന്നെ വിജയിക്കുമല്ലോ. അല്ല പരാജയപ്പെട്ടവനാണ് കണക്കാക്കിയതെങ്കിൽ അമൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. 7ാമത്തെ അവൻ്റെ പണി അതാ. നമ്മളെ ഖദർ കലാകുമ്പോൾ പിടികൂടല. ഖദർ കലാകുമ്പോൾ പിടികൂടുന്ന പണിയാണ് എനിക്ക്. 7ാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയലേ? വിജയിയായിട്ട് ജനിച്ചെങ്കിൽ അമൽ ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടുമല്ലോ.
ഇനി പരാജയമാണ് ജയിച്ചതാണെങ്കിൽ അമൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഓനെ തോൽപ്പിക്കണം. എങ്ങനെ തോൽപ്പിക്കണം? എങ്ങനെ തോൽപ്പിക്കേണ്ടത്? ഓൻ പറയണം, പിശാചിനോട് പറയണം, ഞാൻ വിജയിയായി ജനിച്ചെങ്കിൽ എൻ്റെ അമൽ കൊണ്ട് അള്ള കൂലി വർദ്ധിപ്പിച്ച് തരും, എനിക്കൊരുപാട് പദവി കൂടുതൽ ലഭിക്കും. അതിനാണ്. അല്ല പരാജയമായിട്ടാണെങ്കിൽ ഞാൻ കാരണമായി നരകത്ത് പോണ്ട, ഞാൻ ചെയ്യാനുള്ള അമൽ ഞാൻ ചെയ്യാണ്. ഞാൻ കാരണമായിട്ട് ഞാൻ ചെയ്യേണ്ട നരകത്ത് പോണ്ട, ഞാൻ ചെയ്യാനുള്ള അമൽ ഞാൻ ചെയ്യും. ഇത് പറയണമെന്നാ ഇബ്ലീസിനോട്ട്. എന്നാലും അമൽ നിർത്താൻ പാടില്ല. ഇങ്ങനെ 7 ഒജുഹ് കൂടി നിലപാട് കൂടി പിശാച് ഒരു മനുഷ്യൻ്റെ കൽബിൽ വർക്ക് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ പാപ്പത്തി തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ല, സലാമത്താക്കണം അല്ല. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ 5 മരുന്ന്: 1 ഖുർആൻ ഓതുക, 2 പള്ളകാലിയെ നോമ്പ് വിൽക്കുക, അത് റമദാൻ മാസം, 3 ഖിയാമുലൈലിൻ രാത്രി സുന്നത്ത് നിസ്കരിക്കുക, അതാണ് തറാവീഹ്. അത് 20 റക്അത്ത് നിസ്കരിക്കുക, തറാവീഹ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. നമ്മളെ കൽബ് നന്നാവും, ഹൃദയം ശുദ്ധിയാകാനാണ് തറാവീഹ് നിസ്കരിക്കുന്നത്. 4-മത്തേത് ഒത്തളറു ബിസ്സഹർ, അത്തായ സമയത്ത് ഉണർന്ന അല്ലാഹ്. അതിനാണ് അത്തായം കഴിക്കാൻ ഉണരേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഉറക്ക് പോകാനാണ്. എന്നിട്ട് നമ്മൾ ഒന്നുണ്ടാക്കി സുജൂദ് 2 തഹജ്ജുദ് നിസ്കരിക്കണം. ഹൃദയശുദ്ധിൻ്റെ 4-മത്തെ മരുന്ന്. 5-മത്തെ മരുന്ന് എൻ്റെ കൂട്ടുകാരും സഹപാഠികളും സ്വാലിഹീങ്ങളാവണം. ഇങ്ങനെ 5 അതിനാണ് തറാവീഹ് ജമാഅത്ത്, വിത്ർ ജമാഅത്ത്, നിസ്കാരം ജമാഅത്ത്, പള്ളിയിൽ ദിക്റിൻ്റെ അലക്ക, ബദരീങ്ങളാണ്ട് മഹല്ല് ഉറുദി ഇതൊക്കെ വെക്കണത് എന്തിനാ? സ്വാലിഹീങ്ങളുടെ സഹവാസം കിട്ടാനാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈ വരുന്ന റമദാൻ 5 മരുന്ന് കൊണ്ടും ഞങ്ങളെ ഹൃദയം ശുദ്ധീകരിക്കാൻ നീ ഭാഗ്യം തരണം അല്ലാ, തൗഫീഖ് നൽകണം അല്ലാ, നൽകിത്തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ നല്ല പഠിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞാൻ ചില ആമുഖങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ആയത്തുകളും ഹദീസുകളും വിഷയസംബന്ധമായി നമുക്ക് ഓതാനുണ്ട്, ക്ലാസ് എടുക്കാനുണ്ട്, പഠിക്കാനുണ്ട്. കുട്ടികളെ മാത്രം മദ്രസയിൽ പറഞ്ഞയച്ച് നമ്മൾ വീഡിയോ കൊലയും ഇരുന്നാൽ പോരെ, നമ്മളും പഠിക്കണം, നല്ല ഓതണം, നല്ല പഠിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് മർമ്മങ്ങൾ പഠിക്കാനുള്ള ആൾക്കാരാണ് ഈ ഇരിക്കണേ നമ്മളൊക്കെ. അല്ലാഹുവേ ഞങ്ങളെ കൽബ് തഖ്വ കൊണ്ട് ധന്യമാക്കി തരണം അല്ലാ, തഖ്വ കൊണ്ട് നീ പൂർത്തിയാക്കി തരണം അല്ലാ. നിൻ്റെ പൊരുത്തവും പ്രീതിയും നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ എന്ന് ഓർമ്മപ്പെടുത്തി ഇനി ലിസ്റ്റുകളൊക്കെ വായിക്കാനുണ്ടാവും, അത് വായിച്ച് അപ്പോഴേക്ക് തങ്ങൾ പാപ്പ ഇവിടെ എത്താനായിട്ടുണ്ട്. അന്നേരായ സയ്യിദ് അവർ നമ്മുടെ തിരുരങ്ങാടി ഖാദി ബഹുമാനപ്പെട്ടവർ ഇവിടെ എത്തി. എപ്പോഴും ഈ ഉമ്മത്തിന് വേണ്ടി ഓടിപ്പായുന്ന ഒരാളുകളാണ് ഉസ്താദ് AP ഉസ്താദ് തങ്ങൾ ഇവരൊക്കെ. അള്ളാഹ് എല്ലാ ആഫിയത്തും ഓൽക്കല്ല പ്രദാനം ചെയ്യട്ടെ, എല്ലാ സിഹത്തും അള്ളാഹു നൽകട്ടെ. അവർക്ക് എല്ലാ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഈ ആളുകളുടെ ഈ സംഘടിതമായ മുന്നേറ്റമാണ്. അതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇൽമുൽ മുആമലയും ഇൽമുൽ മുകാശഫയും അള്ളാഹ് പ്രദാനം ചെയ്യട്ടെ. നല്ല പഠിക്കണം. ഒരക്ഷരത്തിൻ്റെ അലിഫിൻ്റെ മധുരം ഖുർആൻ പറഞ്ഞില്ലേ, അലിഫ് ലാം മീം. അതിൻ്റെ തഫ്സീറിൽ എന്താ തഫ്സീർ പറഞ്ഞത്? അല്ലാഹു അഅലം. ആ വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഉസ്താദ്മാരോട് ചോദിക്കുക എന്താ അതിൻ്റെ തഫ്സീർ എന്ന്. എല്ലാ മഹാന്മാരും അതിനർത്ഥം പറഞ്ഞ അതാണ്, അല്ലാഹു അഅലം. ആ ഓത്തുകൊണ്ട് എന്താണ് അർത്ഥം ഉദ്ദേശിച്ചത്? അള്ളാഹിൻ്റെ ഉദ്ദേശം അള്ളാഹ്ക്കേ അറിയുള്ളൂ, നമുക്കാർക്കും അറിയില്ല. അതാണ് അലിഫ്. ആ അലിഫാണ് നമ്മളെ പിഞ്ചു പൈതങ്ങൾക്ക് ആദ്യ അക്ഷരം ഇവിടെ കുറിക്കാനുള്ളത്. അവിടേക്കാണ് നമ്മളെ മക്കളെ നമ്മൾ കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ സ്ഥാപനം ഉന്നത സ്ഥാപനമായി അല്ലാഹ് അഭിവൃദ്ധിപ്പെടുത്തട്ടെ. അവിടെ അലിഫ് പഠിച്ച കുട്ടികളെ അലിഫിൻ്റെ മധുരത്തിലേക്ക് ഉയർന്ന മക്കളാക്കുമാറാകട്ടെ. പക്ഷെ ഇന്ന് രക്ഷിതാക്കൾക്കോ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്കോ പഠിക്കുന്ന മക്കളെ അലിഫിൻ്റെ മധുരത്തിലേക്ക് ഉയർത്തണമെന്നുള്ള യാതൊരുവിധ ചിന്താഗതികളോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളോ ഇന്ന് സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് മാമൂലത്തിൻ്റെ മതപഠനം. എന്താ മാമൂലത്തിൻ്റെ മതപഠനം?
3ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരൈബ. അത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഐബ. ഈ ഐബ് തീരാനാണ് ഇപ്പം ഇന്ന് മദ്രസയിൽ ചേർക്കുന്നത്. സത്യത്തിൽ ഒരു ബാപ്പാക്ക്, ഒരു ഉമ്മാക്ക്, ഒരു കുട്ടിയിലുള്ള ബാധ്യത എത്രയെന്നറിയോ നിങ്ങൾക്ക്? ബാധ്യത ഒന്നും തീർന്നില്ല. നമ്മളെ സ്വന്തം മക്കൾക്ക് അലിഫ് പഠിപ്പിച്ചു കൊടുക്കണം. അലിഫ് കഴിഞ്ഞാൽ പിന്നെ ബാ ഉണ്ടാവും. 28 അക്ഷരത്തിൻ്റെ സമഗ്രമായ സമുദ്രമാണ് ഖുർആൻ. അതിൽ 29ാമത്തെ ഒരു അക്ഷരം അതിലുണ്ടാവില്ല. ഖുർആന്റെ അക്ഷരങ്ങളിൽ 29ാമത്തെ ഒരു അക്ഷരം അതിൽ കാണൂല. ഞങ്ങൾ അതിൽ 28 അക്ഷരം ഉണ്ടാവുള്ളൂ. അതാ ഖുർആൻ. 28 അക്ഷരങ്ങളുടെ സമഗ്രമായ സമുദ്ര പ്രപഞ്ചമാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ എന്തേ മനസ്സിലാക്കി ഖുർആനെ കുറിച്ച്? അതുകൊണ്ടല്ലേ 40 വയസ്സുള്ള തങ്ങൾ 40 വയസ്സ് വരെ അമാനത്ത് നിലനിർത്തിയ മുത്തുനബി തങ്ങൾ അമാനത്ത് നിലനിർത്താൻ പറ്റുമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു തആല സ്വപ്നത്തിൽ കൂടി അറിയിച്ചു, നബിയെ തങ്ങൾ ജബലുന്നൂറിൻ്റെ മുകളിൽ വന്ന്, ഹിറാ പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് തങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് എടുക്കണം. അങ്ങനെ സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് മുത്തു റസൂലുള്ളാഹി മക്ക കഅബയിൽ നിന്ന് 6-7 കിലോമീറ്റർ ദൂരത്തുള്ള ഹിറാ പർവ്വതത്തിൻ്റെ മുകളിൽ, ആ മരുഭൂമിയുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന മലൻ്റെ ഏറ്റവും ഉയർന്ന ഗോപുരത്തിൽ ആ പാറകൾക്കിടയിൽ കഅബത്തിലേക്ക് തിരിഞ്ഞിരുന്നു. പള്ളി മേറാബ് പോലെ കഅബത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ഗുഹയാണത്. അത് കയറി കണ്ടവർക്കറിയാം. അന്ന് നോക്കിയാൽ കഅബം കാണും. എന്തുകൊണ്ട്? ചുറ്റുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന പള്ളി കഅബത്തിൻ്റെ അത്ര ഉയരമില്ല. അന്ന് ചുറ്റുവട്ടത്തുള്ള പള്ളി ഉയരം കുറവാണ്, കഅബ ഉയരം കൂടിയതാ. അപ്പോൾ കഅബ എവിടുന്ന് നോക്കിയാലും കാണും. ഇന്ന് കാണൂല. ഇന്ന് ചുറ്റുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന പള്ളി പോയിപ്പോൾ ഇപ്പോൾ കെട്ടിടങ്ങൾ കാണാൻ തുടങ്ങി. വലിയ 25 നിലയും 15 നിലയും ഉയരമുള്ള ഉന്നത കെട്ടിടങ്ങൾ അപ്പം കാണുക. അന്ന് കഅബം കാണുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ മുകളിൽ അങ്ങനെ ദിവസങ്ങളോളം ഇരുന്നു. അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് തനിക്ക് സ്വപ്നത്തിൽ കിട്ടിയ സന്ദേശമനുസരിച്ച് അപ്പോഴാണ് വലിയൊരു അമാനത്ത് ഏൽപ്പിക്കാൻ വേണ്ടി മലക്കുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു പറഞ്ഞയക്കുന്നത്. അതും ഒറിജിനൽ രൂപത്തിൽ 600 ചിറക്, ജിബ്രീലിൻ്റെ 600 ചിറകും വിരിച്ച് ഒറിജിനൽ രൂപത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ ചിറക് വിരിച്ചിങ്ങനെ മലക്ക് മുകളിൽ ഇങ്ങനെ വന്നപ്പോൾ ആകെ പ്രപഞ്ചം ഇരുണ്ടുപോയി. ഒറ്റയ്ക്കിരിക്കുന്ന 40കാരനായ തങ്ങൾക്ക് അള്ളാഹു വലിയ കാവല് കൊടുത്തു, അല്ലെങ്കിൽ പലവിച്ചു പോകും അവിടെ. അങ്ങനെ ജിബ്രീൽ ഇറങ്ങിയ ഇറക്കൊക്കെ ഭയാനകമായ പൊട്ടിത്തെറിയുടെ ശബ്ദമായിരുന്നു. അതും കൂടി കേട്ടാൽ പിന്നെ പറയേണ്ടി വരുമോ? പേടി. എന്നിട്ട് ആ ഒറിജിനൽ രൂപത്തിൽ വന്നിട്ട് ഇഖ്റ, അറബി ഭാഷക്കാരനായ തങ്ങൾ 40 വയസ്സുള്ള തങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഓതിക്കൊടുത്താൽ അത് കേട്ട് ഓടാൻ കഴിവുള്ള നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇല്ലട്ടാ മാനബി കാരീൻ, എനിക്കോതാറിയില്ലട്ടാ. എന്തിയപ്പത് 40 വയസ്സുള്ള റസൂലുള്ളാഹി അറബിയിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കറിയില്ല എന്ന് എന്തേ പറഞ്ഞത്? തങ്ങൾക്കത് കേട്ട് പറയാൻ കഴിയൂലേ? അറബി അല്ലാത്ത നമ്മൾ പറയും ഒരു പദം ഓതി തന്നാൽ. 40കാരനായ തങ്ങൾ എന്ത് പറഞ്ഞു? ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവത്തിൽ മനസ്സ് ഇണങ്ങിച്ചേർന്ന റസൂലുള്ളാഹി പറഞ്ഞു, അത് ഏറ്റെടുക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ വളരെ സാധുവാണ്, മിസ്കീനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വിട്ടില്ല. കാരണം വലിയ അമാനത്ത് നിലനിർത്തുന്നതിൽ അമാനത്താണ് ഇവിടെ മാനദണ്ഡം. നാളെ ഖബറിലും അല്ല ചോദിക്കല്, മുൻകർ നക്കീർ ചോദിക്കല് അമാനത്താണ്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എന്നെ മരിപ്പിക്കാൻ വരുമ്പോഴും എൻ്റെ സലാമത്ത്, ഞാൻ ഏറ്റെടുത്ത ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? ഇതാണ് എൻ്റെ അമാനത്ത്. നല്ല ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി. ഇന്നിപ്പോൾ അമാനത്തിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ വളരെ കുറവാണ്.
അങ്ങനെ ഞാൻ പോയി പാലക്കാട് ഒരു കാടിൻ്റെ ഉള്ളിലാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ചെയ്യുന്ന സേവനം വല്ലാത്തൊരു സേവനം തന്നെയാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ മൂപ്പര് മരണപ്പെട്ടിട്ടുണ്ട്. മൂപ്പരെ മക്കളാണ് ഇപ്പോൾ നടത്തുന്നത്, മകനും മരുമകനും. അല്ലാഹു സ്ഥാപനം അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് നടന്ന് ഒരു വലിയ പറമ്പിൽ ചെറിയ വീട്, മൂപ്പരെ വീട്ടിൻ്റെ അടുക്കള വശത്ത് ഷീറ്റിറക്കി കെട്ടിയിട്ട് ചുറ്റുഭാഗക്കും കമ്പി കൊണ്ടൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് അതിനൊക്കെ മറയിട്ടിട്ട് സ്ത്രീകൾ ആ കട്ടിലുമലൊക്കെ കട്ടിലിട്ടിട്ട് നമുക്ക് എടുക്കുകയാണ്. മൂപ്പരെ വീട്ടിലുള്ള 1-2 ബാത്റൂം മാത്രം യൂസ് ചെയ്യാണ്. അവർക്കൊക്കെ മരുന്ന്, ഭക്ഷണം, ഇപ്പോൾ ആ മനുഷ്യൻ്റെ ഭാര്യയും മക്കളുമാണ് ആ സ്ത്രീകളെ മുഴുവനും നോക്കുന്നത്. അതൊരു ഭാഗത്ത്. പുരുഷന്മാർ, ഹിന്ദുക്കൾക്കൊരു ചെറിയ വീട്, മുസ്ലിം അല്ലാത്തോല്, അവിടെ ഞാൻ പോയി. ആ വീട്ടിൽ ഞാൻ പോയി. റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായിലുള്ളത്, വിദ്യാഭ്യാസം കൊണ്ട് നിറഞ്ഞ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെ മക്കൾ പുറന്തള്ളിയതിട്ട് നോക്കാനാളില്ലാതെ ഈ മനുഷ്യൻ ഏറ്റെടുത്ത് നോക്കുകയാണ്. ഞാൻ പള്ളിയിൽ പോയി. മുസ്ലിം ആണുങ്ങളൊക്കെ പള്ളിയിലാണ്, മുസ്ലിങ്ങൾ. അപ്പോൾ കൊട്ടാരക്കര ഭാഗത്തുള്ള ഒരു പ്രായമുള്ള ആൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, 2 കണ്ണിലും വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, ഈ അസീസ് മൗലിയർക്ക് വേണ്ടിയിട്ട് ഇത് വരക്കുകയാണ്, അങ്ങേർക്ക് അള്ളാഹു കൊടുക്കും. ആ മനുഷ്യൻ ദ്വാരക്കാണ്, അങ്ങേർക്ക് അള്ളാഹു കൊടുക്കും. കാരണം എല്ലാ നേരത്തും സുന്ദരമായി ഭക്ഷണം തരുന്നു, രോഗം വന്നാൽ ശുശ്രൂഷ തരുന്നു, മരുന്ന് തരുന്നു, സുരക്ഷിതമായി ഉറങ്ങാനുള്ള സൗകര്യം തരുന്നു, മരിക്കാനൊരു പേടിയുമില്ല, നല്ല പ്രൗഢമായ നിലക്ക് മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് മറമാടുന്ന സൗകര്യങ്ങൾ, ഒരു ബേജാറുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാ? ഞാൻ സ്റ്റേറ്റുകാരനാണ്, തെക്കൻ ജില്ലക്കാരനാണ്, ഞാൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ എൻ്റെ ഭാര്യൻ്റെ നിർദ്ദേശത്തിന് പെട്ട് എൻ്റെ സ്വത്തൊക്കെ കൂടി എന്ത് ചെയ്തു, മക്കൾക്കും ഭാര്യയൊക്കെ എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത് ഞാൻ ജോലിയൊക്കെ വിരമിച്ച് വീട്ടിലായപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഭാര്യയും മക്കളും കൂടി എന്നെ പുറത്താക്കി. ആരുണ്ട് ചോദിക്കാൻ ഈ ഒരു സത്യം? അവരോട് ചോദിക്കാൻ രാജ്യത്ത് ആളുകളില്ല. അപ്പം എൻ്റെ മാത്രം സ്ഥിതിയല്ല, നാടിൻ്റെ മൊത്തം അവസ്ഥ തന്നെ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ കൈ കാണിച്ച് ആളുകളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചില്ലറ കൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇങ്ങനെ വൃത്തിയില്ല, ശുദ്ധിയില്ല, അഴുക്കില്ല, അങ്ങനെ ഒരു ജീവിതവും ഇല്ലാതെ കഴിഞ്ഞുകൂടുമ്പോൾ ഉസ്താദിൻ്റെ ആളുകൾ ഞാനുമായി പരിചയപ്പെട്ടു. ഒക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആളുകളാണ് മക്കളൊക്കെ. ഭൗതിക വിദ്യാഭ്യാസമാണ് കൊടുത്തതാണ് മക്കൾക്ക്. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പുറകിലാണല്ലോ. നമുക്കൊക്കെ മക്കൾക്ക് എന്ത് വേണം? ഇന്നിപ്പോൾ പെണ്ണുങ്ങളൊക്കെ അഡ്വക്കേറ്റ്. എന്തിനാ പെണ്ണ് അഡ്വക്കേറ്റാണ്? എന്താ അതിൻ്റെ ആവശ്യം? പെണ്ണ് കേസ് വാദിക്കാൻ പോവുക. ഇന്ന് പെണ്ണുങ്ങൾ അഡ്വക്കേറ്റുമാർ. പെണ്ണ് ഡോക്ടറാക്കുക എന്ന് പറഞ്ഞൊരു മേനുണ്ട്. കാരണം പെണ്ണ് ചികിത്സിക്കണം. എന്നാൽ പിന്നെ അതിനൊരു അർത്ഥം വെക്കാം. ഒരു മുസ്ലിമായ ആളുകൾ എന്തിനാ അതൊക്കെ പഠിപ്പിക്കേണ്ടത്? ദീൻ എന്താണെന്ന് അറിയണ്ടേ? അലിഫ് അറിയണം, അത് കഴിഞ്ഞ് ബാ അറിയണം, 28 അക്ഷരത്തിൻ്റെയും ബുഹൂരിയത്ത് അറിയണം. അവർക്ക് ദീൻ എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മളെ മദ്രസ എന്ന തുടക്കം കുറിക്കുകയാണ്. ഇപ്പം ഹാലൊക്കെ മാറിയില്ലേ? ലോകാവസാനത്തിൻ്റെ 1ാമത്തെ അടയാളം തന്നെ ഏത് ഹദീസ് പരിശോധിച്ച് നോക്കുകയാണ് നിങ്ങൾ. അൻതലിദൽ അമത്തു റബ്ബതഹാ. ബുഖാരി ആകട്ടെ, ഏത് ഹദീസിൻ്റെ കിതാബാകട്ടെ, അവിടെയൊക്കെ പറഞ്ഞത് 1ാമത്തെ അടയാളം അൻതലിദൽ അമത്തു റബ്ബതഹാ. പ്രസവിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഉമ്മാനെയും ബാപ്പാനെയും അടിമകളെ പോലെ കൊണ്ടെടുക്കും. ആയില്ലേ? ഇനി എന്താകാൻ ബാക്കി? ഇവിടെയാണ് മദ്രസ പ്രസ്ഥാനവും തുടർന്ന് ഉയർന്നുള്ള വിദ്യാഭ്യാസവും മതപരമായ അറിവും മക്കൾക്കും സമൂഹത്തിനും പഠിപ്പിക്കുന്നതിൻ്റെ മൂല്യങ്ങൾ അറിയേണ്ടത്. ബഹുമാനികളെ, മതപരമായ മൂല്യത്തിൽ നിന്ന് മക്കളകലാൻ തുടങ്ങിയപ്പോൾ മാതാപിതാക്കൾക്ക് വീടുകളിൽ നിന്നില്ല, അധികാരമില്ല, സ്ഥാനമില്ല.
സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും സ്വന്തം വീട്ടിൽ യാതൊരുവിധ നിലനിൽപ്പുമില്ല. അവർക്ക് സ്വത്ത് കിട്ടിയാൽ മതി. സ്വന്തം ബാപ്പാനെ വിഷം കൊടുത്ത് കൊല്ലാൻ മടിക്കൂല ഇപ്പോൾ മക്കള്. സ്വത്ത് കിട്ടിയാൽ മതി. എന്നാൽ ബാപ്പാനെ വിഷം കൊടുത്ത് കൊന്നാൽ സ്വത്ത് എടുക്കാൻ പറ്റുമോ? ശരീഅത്തിൻ്റെ ഭാഷയിൽ നിയമം വെച്ചത് അല്ലെങ്കിൽ മക്കൾ കൊല്ലൂ, വിഷം കൊടുക്കോ. അവിടേക്കാണ് ജമാന് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പണം കിട്ടിയാൽ മതി, എല്ലാവർക്കും പൈസ ഉണ്ടായാൽ മതി. എന്താണ് ഈ ജീവിതം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നൊക്കെ മയ്യത്തുൻ, നമ്മളൊക്കെ ഒരു മയ്യത്താണ്. ഇതിമല എന്തോ ഒരു ഊർജം ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അത് എപ്പോൾ ഊരപ്പെടുമെന്ന് അറിഞ്ഞു. കിട്ടിയേറെ പോയാൽ തന്നെ ഒരു 85-90 വയസ്സാണ് പോവുക. അതെന്നെ കിട്ടിയവർക്ക് 60 കഴിഞ്ഞാൽ കഴിഞ്ഞു. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഇനിയെങ്കിലും ഖുർആനൊന്ന് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ മുസാഫ് എത്ര ആൾ തൊട്ട് നോക്കാറുണ്ട് വീട്ടിൽ? എത്ര ആൾ എടുത്തു നോക്കാറുണ്ട്? എത്ര ആൾ പാരായണം ചെയ്യാറുണ്ട്? എന്താ ഖുർആൻ്റെ ഒരു ആയത്ത് എന്നൊക്കെ പറഞ്ഞാൽ, മുത്തു റസൂലുള്ളാഹി തൻ്റെ വീട് വളഞ്ഞപ്പോൾ, ശത്രുക്കളൊക്കെ കൂടി കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞപ്പോൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഓതിയ ആയത്തേതാ? ഫഹും ലാ യുബ്സിറൂൻ. ഈ ആയത്ത് ഓതിക്കൊണ്ട് മണ്ണാണ് ഇട്ടപ്പോൾ അതെല്ലാവരുടെ കണ്ണിലും പോയി പൊട്ടുപോയി. അത് ആയത്തിൻ്റെ പവറ്. യാസീൻ സൂറത്തിൽ നമ്മൾ ഓതുന്ന ഒരു കഷ്ണമാണ്. എന്താണ് ആയത്തിൻ്റെ സവിശേഷത? അന്ന് മുത്ത് റസൂലുള്ളാഹിനെ കൊല ചെയ്യാൻ വേണ്ടി വാളുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കേമന്മാരായ ഖുറൈശികൾക്ക് ആ ഒരു പിടി മണ്ണിങ്ങനെ ഇട്ടപ്പോൾ ഓലെ കണ്ണിലൊക്കെ പോയി കുടുങ്ങിയെങ്കിൽ ബഹുമാനികളെ അതിന് കാരണമായ ആയത്തേതാ? ഫഹും ലാ യുബ്സിറൂൻ. ഖുർആനായിട്ട് വല്ലാതെ കളിക്കണ്ട. അടുത്ത മാസം ബദർ യുദ്ധത്തിൻ്റെ മാസമാണ്. നമ്മളെ മുസ്തഫ സഖാഫി ഉസ്താദ് ഇവിടെ ഉണ്ട്, എല്ലാം ഒന്ന് പാടി തരും. റൈറ്റ്. അപ്പോൾ അതിൽ നല്ല കഴിവാ. ദീപേർക്ക് വലിയ തീർപ്പതിയാണ് അങ്ങനത്തെ പാട്ടും കഥയൊക്കെ. അപ്പം മൂപ്പർക്ക് ദീപിൽ വലിയ കഥമ. ഇവിടുത്തെ ഖതീബാണെന്ന് അറിഞ്ഞില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുണ്ടൂർ ഉസ്താദിന് ഇത്ര തീർപ്പതിയുള്ള ഒരു സംഗതി വേറെ ഇല്ല, ബദർ പാടും പോലെ. ഞാനൊക്കെ ഒന്നും ബദറൊന്നും പാടാൻ അറിയില്ല. ചെറിയതായി പറഞ്ഞോളൂ. വയലിൻ്റെ ഇടയിൽ പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല, എന്നാലും അത്യാവശ്യം പറയാൻ. നമ്മുടെ റോട്ടിൽ നിന്ന് ആളുകളൊക്കെ വാഹനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ മക്കൾ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്ത്രീകളുടെ ഭാഗത്ത് വളരെ ശ്രദ്ധിക്കണം. ഈ സൈഡിൽ ഒരു ചെറിയ കിണറുണ്ട്, ഒരു കിണർ. അപ്പോൾ അതും ചെറിയ ഓടുന്ന മക്കൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതോടൊപ്പം സഹോദരിമാർ കവറ് കൊണ്ടുവന്നിട്ടുണ്ടാകും വിവിധങ്ങളായ ആവശ്യങ്ങളൊക്കെ എഴുതിയിട്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് വരുന്നതിൻ്റെ മുൻപ് ആ വിഷയങ്ങളൊക്കെ ഇവിടെ വായിക്കാനും രേഖപ്പെടുത്താനും തങ്ങൾ ഉസ്താദിനെ ബോധ്യപ്പെടുത്താനും നിങ്ങൾ കൊണ്ടുവന്ന നേർച്ചകളും സംഭാവനകളും ഒക്കെ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായി വരുമ്പോൾ നമ്മുടെ മദ്രസയുടെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അതിനോട് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. വിവിധങ്ങളായ ആവശ്യങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം സയ്യിദ് അവറുകൾ വന്നാൽ അവരെ ഏൽപ്പിക്കും എന്നറിഞ്ഞിട്ടുണ്ട്. ഇനി അത്യാവശ്യം ആർക്കെങ്കിലും, ഇപ്പോൾ ആരെ കയ്യിലും പൈസ ഇല്ലാത്തൊരു കാലമാണ്, ഫോണിലാണ് എല്ലാവരും പൈസ. അപ്പോൾ അഥവാ അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ലൈവിൽ അതിൻ്റെ ഇതിനെന്താ പറയുക, ഗൂഗിളിലെ QR കോഡ് അത് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിനോടൊക്കെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദിൻ്റെ വയല് തുടരുന്നു. അപ്പോൾ ബഹുമാനികളെ, അപ്പോൾ കിണർ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് കിണർ ഓർമ്മ വന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നടന്ന് വണ്ടിക്കണ്ട കിണറ്റിലൊന്നും ചാടല്ലേ, അവിടുന്ന് കുട്ടികളവിടുന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു തആല അപകടങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു കാക്കട്ടെ, കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശരീഅത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകൾ, മകൻ കാരണമായി വാപ്പ മരിച്ചാൽ ആ മകനിക്ക് വാപ്പാൻ്റെ സ്വത്തെടുക്കാൻ പറ്റൂല, നിയമമാണ്. അതുകൊണ്ട് ബഹുമാനികളെ, ഇന്ന് മക്കൾക്കൊന്നും യാതൊരു നിലവാരമില്ല. അവിടേക്ക് എത്തിച്ചതാരെന്നെ? ഈ വാപ്പാര് തന്നെ, ഈ ഉമ്മാര് തന്നെയാണ് എത്തിച്ചത്. അതുകൊണ്ട് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പെരുകി വന്നു. എല്ലാ വീടുകളും മക്കൾക്ക് വലിയ അധികാരമായി.
എൻ്റെ അയൽവാസി ഒരാൾ ഒരിക്കൽ ഞാൻ ചെന്നപ്പോണ്ട് കരഞ്ഞ്. ഞങ്ങൾ ശരീക്കുമാരെ മദ്രസയിലൊപ്പം സ്കൂളിലൊക്കെ പഠിച്ച ആളാണ്. ഓ മൂലേരല്ല, അതേ ഇങ്ങനെ കണ്ണുന്ന വെള്ളം ഏൽപ്പിച്ച് വരുന്നുണ്ട്. വന്നിട്ട് എൻ്റെയൊക്കെ ഒരു വിഷമോ ഞാൻ എൻ്റെ മകള് +2 കഴിഞ്ഞപ്പോൾ ഒലമ്മ മരിച്ചേക്കണ് കുട്ടികളെ. +2 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നല്ലൊരു കല്യാണം നോക്കി നമ്മൾ കെട്ടിക്കുക. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ കെട്ടിക്കേ, ഞാൻ പോലീസ് കേസ് കൊടുക്കും. ആർക്കെതിരില്? ബാപ്പ എന്താ പറഞ്ഞത്? ബാപ്പാക്ക് ഫർളൈനായ കാര്യമാണ് ബാപ്പ പറഞ്ഞത്. ഈ ഒരു ഫർളൈനായ കാര്യം പറഞ്ഞതിന് മകള് പറഞ്ഞ ശിക്ഷ എന്താ? പോലീസ് കേസ് കൊടുക്കും. എൻ്റെ കുഗ്രാമത്തിൽ എൻ്റെ സ്വത്ത വീടിൻ്റെ അടുത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കുടുംബത്തിലാണ് ഈ സംഭവം. വിദ്യാഭ്യാസത്തിന് ഇന്ന് നമ്മളെ ജമിയത്തുൽ ഉലമക്ക് കീഴിൽ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തിലുണ്ട്. ഇതൊക്കെ എന്തിനാ? നമ്മളെ പണ്ഡിതന്മാരെ ആലിമീങ്ങൾ നമുക്ക് വെച്ച് തന്നത് സമൂഹം നന്നാകാൻ വേണ്ടിയാ. ഇവിടെയൊക്കെ ഇടപെടൽ നടത്തി മക്കൾക്ക് നാഫിയായ ഇൽമു പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ബഹുമാനികളെ, ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാ പ്രത്യേകതകളും അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ആ ഖുർആനാണ് മനുഷ്യത്വം എന്ന് പറയപ്പെടുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറയപ്പെടുന്നതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ ചിട്ടകളും മട്ടങ്ങളും സമ്പൂർണമായി അള്ളാഹു ഇറക്കിയത് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിലാണ്. പക്ഷേ ഖുർആൻ പറഞ്ഞ മനുഷ്യത്വം സമ്പൂർണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞ മനുഷ്യൻ, ഒരേ ഒരു മനുഷ്യൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഖുർആനാ. ഒരു യഥാർത്ഥ മനുഷ്യൻ ഖുർആനാ. മനുഷ്യത്വമാണ് ഖുർആൻ പഠിപ്പിച്ചത്. ആ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണ നിലവാരം ഉൾക്കൊണ്ടൊരു മനുഷ്യൻ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മുത്തു റസൂലുള്ളാഹി. ഐഷ ബീബി പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം മുഴുവനും ഖുർആനായിരുന്നു. ഖുർആൻ പറഞ്ഞ വിശേഷണങ്ങളായിരുന്നു. ഇരിക്കണ നമ്മൾക്കുണ്ട് ആ ഖുർആനാകാനുള്ള യോഗ്യത. പക്ഷേ നമ്മൾ ഖുർആനിൽ നിന്ന് അകന്നോടുകയാണ്, ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ്. ഓടരുത്, ഖുർആനിലേക്ക് തിരിഞ്ഞു നിൽക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇത് ഓതാനുള്ള കഴിവ് എനിക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അണിഞ്ഞൂട്ടി പിടിച്ചു. തഫ്സീറിൽ കാണാറ് റസൂലുള്ളാഹിൻ്റെ കരളവിടെ വെച്ച് കീറി വൃത്തിയാക്കി. 4 പ്രാവശ്യം കീറിയിട്ടുണ്ട്. അലം നശ്റഹ് ലക സദ്റക, നബിയെ തങ്ങളെ സദറിനെ നമ്മൾ വിശാലമാക്കി തന്നില്ലയോ? അല്ലാഹ് ഖുർആനിൽ തങ്ങളോട് വലിയൊരു ബഹുമാനം ചോദിച്ചതാ. തങ്ങളെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലയോ? കാരണം സദർ എന്ന് പറഞ്ഞത് പുറം ലോകാണ്. അത് വിശാലമാകുമ്പോൾ അത് കൽബായി മാറും. കൽബ് വിശാലമായാൽ ലുബ്ബായി മാറും. ലുബ്ബ് വിശാലമാകുമ്പോൾ സിറായി മാറും. ഞാൻ ഉൾക്കൊള്ളുന്ന ഈമാൻ സിറായാൽ എന്നെക്കുറിച്ച് പറയും ഖദ്ദസല്ലാഹു സിറഹു. അതിന് മുമ്പ് പറയാൻ പറ്റൂല. നമ്മളൊന്നും ഈമാൻ സിറായിട്ടില്ല, ലുബ്ബു ആയിട്ടില്ല, കൽബു ആയിട്ടില്ല. സദർ തന്നെ സമ്പൂർണ്ണമാണോ? ഇല്ലേ. സദറിൽ കിട്ടണമെങ്കിൽ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് 5 അറിവ്, കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, എല്ലാ അറിവും നേടുന്ന വിഷയങ്ങൾ അതിൻ്റെ തഫക്കുർ ഖുർആനിലേക്ക് ഇറക്കിക്കൊണ്ടുവരണം. ഖുർആനുമായി ബന്ധപ്പെടണം. പാടില്ലാത്തടത്തേക്ക് നോക്കരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, പറയാൻ പാടില്ലാത്തത് പറയരുത്, തൊടാൻ പാടില്ലാത്തടത്ത് തൊടരുത്, ഇട്ടെടുക്കാൻ പാടില്ലാത്ത ഇട്ടെടുക്കരുത്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഖുർആൻ പഠിപ്പിച്ചെന്ന മനുഷ്യൻ്റെ ഔസാഫുകൾ. നമ്മളും ഖുർആനും കൂടിയൊന്നും ഒരു ബന്ധവുമില്ല. അത് ബന്ധമുള്ള ഏക മനുഷ്യൻ റസൂലുള്ളാഹി. ആ ബന്ധത്തിൽ മുങ്ങിയ മഹാന്മാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ആ ബന്ധത്തിൽ മുങ്ങിയ മഹാനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സഹാബത്തൊക്കെ ആ ഖുർആനുമായി ആ ഔസാഫിൽ മുങ്ങിയ മഹത്തുക്കളാണ്. ആ ഔസാഫിൻ്റെ ഗുണമാണ് ബദറിൽ കണ്ടത്. റമദാൻ മാസത്തിൽ ബദർ യുദ്ധം ഉണ്ടല്ലോ, ആ ബദറിൽ കണ്ടത് അതാണ്. ആ സഹാബത്ത്
വളരെ 300 ചില്ലറ സഹാബത്ത്, 7 വാള് അല്ലെങ്കിൽ 8 വാള്, അതുപോലുള്ള വാഹനവും, അത്ര എണ്ണം വാഹനവും, ഒരു മുന്നൊരുക്കവും ഇല്ല. പെട്ടെന്നൊരു പ്രഖ്യാപനമാണ്, എല്ലാവരും ബദർക്ക് പോകണം. എങ്ങനെയാണ് നമ്മൾ ആ വൻ ശക്തികളേറ്റ് ഏറ്റുമുട്ടുക? അപ്പോഴാ തങ്ങൾ പറഞ്ഞത് അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്, പോകണം. അത് ഖുർആനാണ് ആ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് നമുക്കുണ്ട്. അവിടെ നമ്മളെത്തണേ, നമ്മളെ കൽബ് നിൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്. നമ്മളെത്തിയിട്ടില്ല. ആവാൻ കുറച്ചും കൂടെ ഒക്കെ ടൈം പിടിക്കും, പണിയെടുക്കണം. നമ്മൾ അകലാനാണ് ശ്രമിക്കുന്നത്. പോയി ബദർ യുദ്ധത്തിൽ ഭയാനകമായ കറാമത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്തേ കാരണം? അവരുടെ ആത്മവീര്യം മുഴുവനും ഖുർആനാണ്. ഖുർആൻ നശിപ്പിക്കാൻ ആർക്കും കഴിയൂല എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? അത് അള്ളാഹ് നിലനിർത്തി. അതാ ബദരീങ്ങളുടെ കറാമത്ത്. മഹാന്മാർക്കൊക്കെ ബദരീങ്ങളെ പറയാറില്ല, അങ്ങനല്ലേ അവരുടെ ചരിത്രം. ഇതിപ്പോൾ ആർക്കാ ബദരീങ്ങളെ അറിയേണ്ടത്? പണ്ടൊക്കെ ആളുകൾക്കുള്ള രസം, പ്രായമുള്ള ആളുകൾക്കൊക്കെ ബദർ പാടി, ബദർ കിസ്സ പാടല. ഇന്ന് നമ്മളെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്താ? മൊബൈൽ നോക്കല. എന്നിട്ട് ഈ ഇല്ലാത്ത കെട്ടുകഥകളും നുണക്കഥകളും ഇപ്പം ഇങ്ങനെ കുറേ എന്താ കുറേ ഈ അഭിനയങ്ങളുണ്ട്. കുറേ അഭിനയം നടത്തുന്ന ഇതൊരു കോയാക്കൊക്കെ ഉണ്ട്, ഒരു കോയാക്ക. അങ്ങനെ കുറേ അഭിനയങ്ങളുണ്ട്. അതിനാണ് ഇപ്പം മെജോറിറ്റി. ഇത് കണ്ടു തീർക്കണ പണിയാണ്. ഇല്ലാത്ത നുണകളും ഇല്ലായ്മകളും ആക്ഷൻസ് എടുത്തിട്ട് ഇതിനൊക്കെയുള്ള കഴിവേ ഇത് ഖുർആൻ ഉപയോഗിക്കണം. ഈ ആക്ഷൻസ് ഉപയോഗിക്കാൻ സഹാബത്ത് ബദറിൽ ആക്റ്റീവായി, അവർ ഉഷാറായി. അവർ ഇന്നും സമൂഹത്തിൽ പറയപ്പെടുന്ന മഹത്തുക്കളായി മാറി. എന്താ ബദരീങ്ങളെ പൗറ്, എന്താ ബദരീങ്ങളുടെ അന്തസ്? എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, മൂപ്പര് ബദരീങ്ങളെ റിയാല വീടിയ ആളാ. മൂപ്പരെ മഹലിൽ ബദരീങ്ങളാണ്ടിന് പോത്ത് കൊണ്ടുവരുമ്പോൾ 2 ഹെൽപ്പർമാരും കൂടി പോത്ത് കൊണ്ടുവരുമ്പോൾ, കുറേ മുമ്പാണ്, 972 സംഭവം. പോത്തിനേറ്റ് വരുമ്പോൾ വാണിയംകുളം ചന്തയിൽ നിന്ന് റെയിൽവേ ട്രാക്കിൽ കൂടി നടന്നു വരുമ്പോൾ കൊള്ളക്കാർ വളഞ്ഞു മൂപ്പരെ. ഇതുണ്ടായ സംഭവമാണ്. കൊള്ളക്കാർ വളഞ്ഞപ്പോൾ മൂപ്പര് കൂടെയുള്ള ഹെൽപ്പർമാരോട് പറഞ്ഞു, ഇത് ബദരീങ്ങളെ പോത്താണ് കേട്ടോ, നിങ്ങൾ പായരുത് എന്ന് പറഞ്ഞു. പക്ഷേ കൊള്ളക്കാർ വളഞ്ഞപ്പോൾ കൂടെയുള്ള 2 ആൾക്കാർ പാഞ്ഞുപോയി. അവർ ഇരുട്ടത്ത് മരണപ്പേടി കൊണ്ട് പാഞ്ഞിട്ട് ഇർലിക്കൂടുത്ത് കുടുങ്ങി. അങ്ങോട്ടും പോകാൻ പറ്റും അങ്ങോട്ടും പോകാൻ പറ്റാത്ത മാതിരി നേരം പോൾക്കോളായി കുടുങ്ങി. മൂപ്പര് പോത്തിനേറ്റ് പോയി. കൊള്ളക്കാർ മുഴുവൻ റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്ത് വീണ് കൊണ്ടുപോയി. വീണ് കൊടുത്ത് നിൽക്കുന്ന നിൽച്ചാലും വയ്യ. ഇത് നമ്മളെ നാട്ടിൽ മലബാറിൽ സംഭവിച്ചതാ. മലബാർ ഹസൻകുരിക്കൾ, അതാണ് മൂപ്പരാൾ. മലബാർ ഹസൻകുരിക്കൾ 2004 വഫാത്തായ മഹാനാണ്. മൂപ്പര് അസ്മാഉൽ ബദറിൻ്റെ റിയാല വീടിയ ആളാണ്. ഈ സംഭവം വലിയൊരു ആലിം എന്നോട് പറഞ്ഞു, മൂപ്പരെ കുറിച്ചു. ഇങ്ങനെ ഒരു സംഭവം മൂപ്പരെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി ഒരിക്കൽ മക്കത്ത് പെട്ടു 994. ഞാനും കുരുക്കളും ഹറമിൽ വെച്ച് കണ്ടപ്പോൾ അവിടുന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞേക്കേണ്ടത് എന്താണെന്ന് വെച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ കഅബത്തിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ ഞാൻ പറയാം, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇരുന്ന് പറഞ്ഞെന്ന സംഭവമാണ്. മൂപ്പര് പറഞ്ഞു, എനിക്കൊന്നുമില്ല, ഞാൻ അവരോട് പഠിച്ച എഴുത്ത് പറഞ്ഞു ബദരീങ്ങളെ പോത്താണ് തുടരുത്. അവരോട് പല നിലക്കും വിളിച്ച് പറഞ്ഞു ബദരീങ്ങളെ പോത്താണ് തുടരുത്, തൊട്ടാൽ അത് അപകടമാണ്, നിങ്ങൾ തൊട്ടു പോകരുത്. പക്ഷേ അവർ കയറി പിടിച്ചു. എൻ്റെ കയ്യിലൊരു പിടി ചരക്കല്ലുണ്ടായിരുന്നു. ഞാൻ അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, അത് ഊതി എറിഞ്ഞു. വീണുപോയി. വീണോടുത്ത് നിന്ന് എണിച്ചാൻ വയ്യ, മിണ്ടാനും വയ്യ, നാവ് വന്തിപ്പോയി. നേരത്തെ ഇങ്ങനെ കിടന്ന് മാന്ത. മൂപ്പര് പോത്തിനേറ്റ് പോന്നു. മൂപ്പരെ നാട് കടലുണ്ടിയാണ്. പോത്തിനെ കെട്ടി മൂപ്പര് വീട്ടിൽ പോയി. നേരം വെളുത്തപ്പോൾ നാട്ടിലെ മാന്യന്മാരെ മക്കളാ കൊള്ളക്കാർ. അപ്പം എന്താ ഒരു ചെന്ന് കണ്ട് എല്ലാവരും കൂടി പാഞ്ഞു കൂടി ട്രാക്കിന്ന് പൊന്തിച്ചപ്പോൾ അത് പൊന്തണില്ല. ഇത് ബദരീങ്ങൾ പിടിച്ചേച്ചൊക്കെ പൊന്തൂല, കുറച്ച് പണി ഉണ്ടാവും പൊന്തണമെങ്കിൽ. അതാ ബദരീങ്ങൾ.
അങ്ങനെ എത്ര ഉദാഹരണം പറയാൻ കഴിയും? ബദരീങ്ങളുടെ അസ്മാവിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണോ? കൽബിൽ ബിദ്അത്ത് പറ്റൂല. ഖുർആൻ്റെ സ്വഭാവം കിട്ടണമെങ്കിൽ നല്ല സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകനാവണം. സുന്നിക്കേ ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതല്ലേ സുന്നികൾ വിശ്വസിക്കുന്നത്? ഒരായത്ത് എഴുതിയാണ്ട് കുടിച്ചാൽ ഏത് പ്രസവിക്കാത്തതും പ്രസവിക്കും. അങ്ങനത്തെ ആയാത്തുകൾ ഖുർആനിലുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് സുന്നത്തി മുസ്ലിങ്ങൾ. അതില്ലാന്നല്ലേ വിദേഹത്തുകാരൻ പറയുന്നത്? വിശ്വാസമാണ് നഷ്ടപ്പെട്ടു പോയത് അവർക്ക്. റസൂലുള്ളാഹി ഫഹും ലാ യുബ്സിറൂൻ ഫഹും ലാ യുബ്സിറൂൻ പറഞ്ഞുകൊണ്ട് മണ്ണാണ്ടിട്ടപ്പോൾ ഒറ്റൊന്നിന് കണ്ണ് കാണില്ല. ബഹുമാനികളാ ബദരീങ്ങളെ മാസം ഇവിടെ ആണ്ട് നടക്കലില്ലേ? ഈ സി കെ നഗറിൽ ബദരീങ്ങൾ ആണ്ടുണ്ടായാലില്ലേ? ഹസൻ ഉസ്താദെ ഇല്ലേ? 15 അസറിന് ശേഷം ഭയങ്കര പരിപാടിയാണെന്ന് ഉസ്താദ് പറഞ്ഞത്. അള്ളാഹു നല്ല പരിപാടിയായി നിലനിർത്തട്ടെ, ശക്തിപ്പെടുത്തുമാറാകട്ടെ. അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം, ഭാഗവാക്കാകണം. കാരണം നമുക്ക് ഖുർആൻ്റെ 100ൽ മുങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മുങ്ങിയോൻ്റെ ഓരത്ത് കൂടുക, അതായിലത്തെ സന്ദേശം. മുങ്ങിയോനെ പിടിക്കുക. ഇവിടെ മമ്പുറത്തെ പാപ്പ ഒരു കാലത്ത് ഇവിടെ വന്നു. ബഹുമാനപ്പെട്ടവർ ചേറൂരിലേക്ക് യുദ്ധത്തിന് ആളെ പറഞ്ഞയച്ചപ്പോൾ മമ്പുറത്തെ എന്താ ഖുർആൻ ഓതാനായി ഏൽപ്പിച്ചത്? ചരിത്രം അറിയുന്ന പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കി അവർ പറഞ്ഞുതരും. മമ്പുറത്തെ പാപ്പ ചേറൂർക്ക് യുദ്ധത്തിന് ആളെ പറഞ്ഞയച്ചപ്പോൾ പാപ്പ എന്താ കൊടുത്തത്? ഇവിടെ മമ്പുറത്തിരുന്നൊരു മല്ലാക്ക ഖുർആൻ ഓതിയിരുന്നു. ആ ഓത്തങ്ങട് നിന്നപ്പോഴാണ് പാപ്പാൻ്റെ കാലിന് വെടി കൊണ്ടത് ചെറൂരിൽ നിന്ന്. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതും പഠിച്ചതുമല്ലേ. അപ്പം ഖുർആനാണ് നമ്മളെ താങ്ങ്. ഇന്ന് ഖുർആന് മൂല്യമില്ലാതെയായിപ്പോയി വീടുകളിൽ. ഒരൊറ്റ വീട്ടിലും പണ്ടൊക്കെ വലിയ മുതലാളിമാരെ വീട്ടിലടക്കണം മൊല്ലമാരെ നെല്ല് കൊടുത്ത് ഓതിപ്പിക്കും. എന്നാലും എൻ്റെ വീട്ടിൽ ഓത്ത് നടക്കണം. സ്വന്തം ഓതാൻ സമയമില്ല, കഴിയൂല. അപ്പോൾ ഒരു മൊല്ലനെ വെച്ച് ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു അര ജ്യൂസ് അല്ലെങ്കിൽ ഒരു കാൽ ജ്യൂസ് ഓതി അദ്ദേഹത്തിന് തേങ്ങ കൊടുക്കും, ചിലർ നെല്ല് കൊടുക്കും. അങ്ങനെ ഖുർആൻ ഓതിപ്പിക്കൽ നിർബന്ധമുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ മരിച്ചോടത്തടക്കം ഓതാൻ മടിയാണ് ആളുകൾക്ക്. മരിച്ച വീട്ടിൽ അല്ലാഹു നമ്മൾ മരിച്ചോടത്തൊക്കെ നല്ല ഓത്ത് അല്ല പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ അല്ല പാരായണം ചെയ്യണം. ഖബറുകൾ, ഖത്തപ്പരകൾ, ഖത്തമോതുന്ന പെരകൾ ഇന്നിപ്പോൾ എവിടെയുള്ളത്? കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? വിശ്വാസപരമായി മനുഷ്യൻ തകർന്നടിയുകയാണ്. അതുകൊണ്ട് മൂല്യമേറിയ ഖുർആനിൻ്റെ സത്യമായ സന്ദേശത്തിലേക്ക് കടന്നു വരാൻ ഒരു വിശ്വാസിൻ്റെ കൽബിക്ക് കഴിയണം. അങ്ങനെ കൽബ് ഖുർആനായി മാറണം. അതാണ് തഖ്വയുടെ അടിസ്ഥാനം, മാനദണ്ഡം. അതിനു വേണ്ടിയാണ് റമദാനു ഷരീഫ് കടന്നു വരുന്നത്. അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഖുർആൻ്റെ പഠന കേന്ദ്രം മദ്രസ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് സുന്ദരമായ ദർസും ഈ പള്ളികളിലൊക്കെ. ഈ തിരുരങ്ങാടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വലിയ ദർസ് നടക്കുന്ന സ്ഥലം. ഇൽമിനോട് വലിയ മഹബത്തുള്ള നാടാ തിരൂരങ്ങാടി നാട്. ഇൽമിനോട്, ആലിമീങ്ങളോട്, മുത്തഅല്ലിമീങ്ങളോട് വലിയ മഹബത്തുള്ള നാടാ തിരൂരങ്ങാടി. അതിൻ്റെ ഇടയിൽ വിദേഹത്തുകാരൻ്റെ ഇടപെടൽ അതും ഉണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ബഹുമാനികളെ, നമ്മൾ ചിന്തിക്കണം. നമുക്ക് വിദേഹത്തുകാരോടോ ഒരു വ്യക്തിനോട് വ്യക്തിപരമായൊരു വിദ്വേഷമില്ല. നമുക്കുള്ള പ്രശ്നം വിശ്വാസത്തിൽ കളങ്കം വരുത്തരുത്. സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയെ മുശ്രിക്കാക്കാൻ മടിയില്ലാത്ത, ശിർക്കും കുഫറും ആരോപിക്കാൻ മടിയില്ലാത്ത അത്തരം വിശ്വാസികളിൽ നമ്മൾ പെടരുത്. ഇവിടെ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഖുർആനിൻ്റെ ബഹുമാനമാണ് നിലനിർത്തിയത്. ഖുർആനിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, എന്തെല്ലാം പാഠങ്ങളുണ്ട് ബഹുമാനികളെ. അപ്പം അതുകൊണ്ട് ഖുർആൻ്റെ വൈരുദ്ധ്യമായ ജീവിതത്തിൻ്റെ ചില അടയാളങ്ങളൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായി നാട്ടിലും വീട്ടിലും പ്രത്യക്ഷപ്പെടുന്ന കാലം വന്നുപോയി. അവിടെയാണ് സി കെ നഗറുകാർ നടത്തുന്ന ഈ മഹത്തായ ഉറൂസ് മുബാറക്കിൻ്റെയും ഈ മദ്രസ ഉദ്ഘാടനത്തിൻ്റെയും ഈ മഹത്തായ മജ്ലിസിൻ്റെയും ബഹുമാനം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഈ ബഹുമാനം മാത്രം പോരാ, വീടിൻ്റെ ഉള്ളറകളിൽ
നിലകൊള്ളുന്ന ഉമ്മപങ്ങന്മാരുടെ ഹൃദയങ്ങളിൽ ഖുർആൻ നിലകൊള്ളണം.